السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഇന്ന് സൂറത്തുൽ കൗസർ നമുക്ക് പാരായണം ചെയ്തു പഠിക്കാം. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ ഒരു സൂറത്താണ് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന് തുടങ്ങുന്ന സൂറത്ത്. മക്കി അഥവാ ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയതാണ്. നാം പതിവായി ഓതേണ്ടതും അങ്ങനെ ഓതിയാൽ ധാരാളം നേട്ടങ്ങൾ ലഭിക്കുന്നതുമായ വളരെ ചെറിയ ഈ സൂറത്ത് നമുക്കിന്ന് പാരായണം ചെയ്തു പഠിക്കാം. പാരായണ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിലടങ്ങിയ ആശയം വളരെ ചെറിയ രൂപത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. കൗസർ എന്ന് പറഞ്ഞാൽ അൽ ഖൈറുൽ കസീറു മിനൻ നുബുവത്തി വൽ ഖുർആനി വശഫാഅത്തി വനഹ്വിഹ. ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ പ്രവാചകത്വം, വിശുദ്ധ ഖുർആൻ, ഷഫാഅത്ത് ശുപാർശ, അതുപോലത്തെ ധാരാളം നന്മകൾ എന്നാണ് അർത്ഥം. അല്ലദീ മിൻ ജുംലതിഹി മാ യുഅ്തീഹില്ലാഹു ലിനബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഖിയാമ മിനൻ നഹർ അല്ലദീ യുഖാലു ലഹുൽ കൗസർ വ മിനൽ ഹൗദ്. അതിൽപ്പെട്ടതാണ് അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ നബിയായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്ന ഹൗദുൽ കൗസർ അഥവാ കൗസർ എന്ന് പറയുന്നത്. അതിനെ വർണ്ണിക്കാൻ കഴിയാത്തത്ര വളരെയേറെ മഹത്വമുള്ള, സ്വർഗത്തിൽ നിന്നുമുള്ള ഒരു പാനീയത്തിൻ്റെ അരുവിയാണ്. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്നവരെ തൊട്ട് മഹദി അവർകളോട് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞു, ഖാലത്ത് നഹറുൻ ഉഅ്തിയഹു നബിയുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിങ്ങളുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ ഒരു അരുവിയാണ്, ഒരു പുഴയാണ്. ഷാത്വിആഹു അലൈഹി ദുർറുൻ മുജവ്വഫുൻ. അതിൻ്റെ ഇരുഭാഗങ്ങളിലും രത്നങ്ങളെ കൊണ്ടുള്ള കൊട്ടാരങ്ങളുണ്ട്. ആനിയതുഹു കഅദദിൻ നുജൂം. അതിലെ പാനപാത്രങ്ങൾ നക്ഷത്രക്കണക്കെയാണ്. എന്ന് പറഞ്ഞാൽ ധാരാളം പാനീയ പാത്രങ്ങളുള്ള വളരെ സുന്ദരമായ ഒരു നദിയാണ്, ഒരു അരുവിയാണ് കൗസർ എന്ന് പറയുന്നത്. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, മിഅ്റാജിൻ്റെ രാത്രി അഥവാ ആ ആകാശയാത്രയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നദിയുടെ അരികിലെത്തി. ഹാഫതാഹു ഖിബാബുൽ ലുഅ്ലുഇ മുജവ്വഫ. ആ നദിയുടെ ഇരുഭാഗങ്ങളിലും രത്നത്താൽ നിർമ്മിച്ച ഗോപുരങ്ങളുണ്ട്. വളരെ സുന്ദരമായൊരു നദിയാണ്. ഈ നദി കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ ഹാദാ യാ ജിബ്രീൽ, ഇതെന്താണ് ജിബ്രീലേ? അപ്പോൾ ജിബ്രീൽ മറുപടി പറഞ്ഞു, ഖാല ഹാദൽ കൗസർ, ഇതാണ് കൗസർ. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ്, തേനിനേക്കാൾ മധുരമുള്ളതാണ്. അതിൽ നിന്നാരെങ്കിലും ഒരൽപ്പം കുടിച്ചാൽ പിന്നെ അവന് ദാഹിക്കുകയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ വല്ലാത്ത നന്മയാണിത്. പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായ ആ പാനീയം വല്ലാത്ത ഒരു പാനീയം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്
ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും പെടുത്തട്ടെ. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. അതുകൊണ്ട് നബിയെ, തങ്ങളുടെ നാഥന് നിസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യൂ. ഇബാദത്തുകളിൽ പ്രധാനപ്പെട്ട 2 ഇബാദത്താണ് ഇത്, നിസ്കാരവും ബലികർമ്മവും എന്നത്. തുടർന്ന് ഈ സൂറത്തിൽ അവസാനത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത് ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. തങ്ങളോട് വിദ്വേഷം പുലർത്തുന്നവർ, ആക്ഷേപിക്കുന്നവർ വാലറ്റവരാണ്. അൽ മുൻഖതിഉ അൻ കുല്ലി ഖൈരിൻ, എല്ലാ നന്മകളും മുറിഞ്ഞവരാണ് എന്ന് പറഞ്ഞാൽ ഒരു നന്മയുമില്ലാത്തവരാണവർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനത്തിൽ സഹിക്കാൻ കഴിയാത്ത അവിശ്വാസികൾ മുത്തുനബി തങ്ങളെ പല നിലയിലും ബുദ്ധിമുട്ടിപ്പിച്ചപ്പോൾ അതിനെ സംബന്ധിച്ച് വിവരിക്കുന്ന ആയത്താണ് ഈ ആയത്ത്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് ധാരാളം മഹത്വങ്ങൾ ലഭിക്കുന്നതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, ഈ സൂറത്ത് ഓതുന്നവർക്ക് ഹൗലുൽ കൗസർ കുടിപ്പിക്കുന്നതാണ്. മറ്റു പല മഹാന്മാർ പറഞ്ഞതായി ഇതിൻ്റെ ധാരാളം മഹത്വങ്ങൾ നമുക്ക് കാണാം. ഇമാം തമീമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ സൂറത്ത് പതിവായി ഓതിയവന് അവൻ്റെ ഹൃദയം മൃദുലമാകുന്നതാണ്, അള്ളാഹുവിലുള്ള ഭയം ലഭിക്കുന്നതാണ്. മഴ പെയ്യുമ്പോൾ 100 തവണ ഇന്ന അഅ്തൈനാകൽ കൗസർ സൂറത്ത് ഒരാൾ ഓതിയാൽ എന്നിട്ട് ദുആ ചെയ്യുകയും ചെയ്താൽ അവൻ്റെ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്നതാണ്. സിഹർ അഥവാ മാരണം ചെയ്യപ്പെട്ട വീട്ടിൽ ഈ സൂറത്ത് ഇന്ന അഅ്തൈനാകൽ കൗസർ സൂറത്ത് ഓതിയാൽ അതിൻ്റെ ഷർറിനെ തൊട്ട് കാവൽ ലഭിക്കുന്നതാണ്. മറ്റു ചില മഹാന്മാർ ഈ സൂറത്തിനെക്കുറിച്ച് പറയുകയാണ്, ഇത് ഏലസായി ശരീരത്തിൽ ഒരാൾ കെട്ടിയാൽ ശത്രുക്കളിൽ നിന്നുള്ള കാവൽ ലഭിക്കുന്നതും അവരുടെ ഉപദ്രവങ്ങൾ ഏൽക്കാതിരിക്കുകയും ചെയ്യുന്നതാണ്. 1000 വട്ടം സൂറത്തുൽ കൗസർ ഒരാൾ ഓതിയാൽ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല അവന് സാധിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഭക്ഷണം, സമ്പത്ത്, സ്ഥാനം, പലവിധ ഖൈറാത്തുകളും അവൻ അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന ധാരാളം മഹത്വമുള്ള ഈ സൂറത്ത് പതിവായി നാം ഓതണം. അതിനെന്തു ചെയ്യണം? ആദ്യം തജ്വീദ് അനുസരിച്ച് ഓതിപ്പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഇനി നമുക്ക് പാരായണ പഠനത്തിലേക്ക് കടക്കാം. ആദ്യം ഈ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വിവരിക്കും, ശേഷം സംഘമായി ഓതി പഠിക്കുകയും ചെയ്യാം. ഒന്നാമത്തെ ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഇന്ന, ആദ്യത്തെ പദമായ ഇന്ന എന്ന പദത്തിലെ നൂൻ മുഷദ്ദദ് ഷദ്ദുള്ള നൂനാണ്. ഷദ്ദുള്ള നൂൻ മീം ഏത് സ്ഥലത്ത് കണ്ടാലും നന്നായി മണിക്കണം, ഉന്നത്ത് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. അതോടൊപ്പം ഇന്ന ഹംസ വന്നു, മദ്ദിയായ അലിഫിന് ശേഷം ഹംസ വന്നതിനാൽ നന്നായി നീട്ടണം, മദ്ദു ചെയ്തുകൊണ്ടുമാണ് ഓതേണ്ടത്. ഇന്നാ അഅ്തൈനാ ഹംസയ്ക്ക് ശേഷം ഐനാണ്. ഒരൽപ്പം പ്രയാസമുണ്ടെന്നൊക്കെ തോന്നും, പക്ഷേ പരിശീലിച്ചാൽ ധാരാളം വട്ടം ഇങ്ങനെ ഓതിയാൽ ശരിയായ രൂപത്തിൽ ഉച്ചരിക്കാൻ കഴിയും. ഇന്നാ അഅ്തൈനാ ആണ്. അഅ്തൈനാക ശ്രദ്ധിക്കണം.
അൽ കൗസർ. സാ. ഇവിടെ പലരും ഓതാറുള്ളത് കൗസർ എന്ന് സീനായിട്ടാണ്. സീനല്ല, സാ ആണ്. സാ. ഇന്നാ അഅ്തൈനാകൽ കൗസർ. രണ്ടാമത്തെ ആയത്ത് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. ഫസ്വല്ലി. ഫ സ്വാദ്. സീനല്ല, സ്വാദാണ്. ഫസ്വല്ലി ലിറബ്ബിക. ലിറബ്ബിക വൻഹർ. വൻഹ. ഹ ആണ്. വൻഹ എന്ന് ഹ അല്ല. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. അവസാനത്തെ ആയത്ത് ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇന്ന ശദ്ദുള്ള നൂനായതിനാൽ നന്നായി മണിക്കണം. ശാനിഅക. ഷ. ഷ. തഫഷി എന്ന് പറയുന്ന സിഫത്ത് അഥവാ കാറ്റ് പരക്കണം ഷീൻ ഉച്ചരിക്കുമ്പോൾ. ഹുവ. ഹ വ്യക്തമാക്കണം. ഹുവൽ അബ്തർ. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇനി ഈ സൂറത്ത് സംഘമായി ഓതാം. ആവർത്തിച്ചോതുമ്പോൾ കൂടെ നിങ്ങളും ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധമായ കലാമായ ഖുർആൻ ഷരീഫ് നല്ല രൂപത്തിൽ ഓതാനും പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.